നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാനഡയിലെ അഞ്ചുഗനി തടാകക്കരയിലുണ്ടായ ഒരു വിചിത്രമായ സംഭവത്തെ കുറിച്ചാണ്. മനുഷ്യരാശിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത നിഗൂഢമായ ഒരു രഹസ്യം. ഇത് ഒരു കെട്ടുകഥയാണോ ഒരു യാഥാർത്ഥ്യമാണോ എന്നതിന് ഇന്നും തെളിവുകളില്ല. കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ ഇൻഫിനിറ്റ് മിസ്റ്ററീസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോയ്ക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ. അഞ്ചുഗനി ഗ്രാമത്തിലെ ദുരൂഹത. 1930കളിൽ കാനഡയിലെ വിദൂര വടക്കൻ പ്രദേശത്തുള്ള അഞ്ചുഗനി തടാകത്തിന് സമീപം ഒരു ഇന്യൂട്ട് ഗ്രാമം ഉണ്ടായിരുന്നു. രോമക്കച്ചവടക്കാരനായ ജോലേബൽ എന്നയാൾ ഈ ഗ്രാമത്തിലൂടെ സ്ഥിരമായി കടന്നു പോകാറുണ്ടായിരുന്നു. 1930 നവംബറിൽ പതിവ് പോലെ ലേബൽ ഗ്രാമത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഗ്രാമത്തിൽ ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല. ഏകദേശം 2000-ഓളം ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായിരിക്കുന്നു. ലേബലിന്റെ കണ്ടെത്തലുകൾ. ഗ്രാമത്തിലെ വീടുകളിൽ അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യാൻ വെച്ചിരുന്നത് അതേപടി കിടക്കുന്നുണ്ടായിരുന്നു. ചില വസ്ത്രങ്ങളിൽ സൂചി തുന്നിക്കൊണ്ടിരുന്ന നിലയിൽ കാണപ്പെട്ടു. ആളുകൾ പെട്ടെന്ന് എവിടേക്കോ പോയതുപോലെ. വീടുകളുടെ വാതിലുകൾ തുറന്നു കിടന്നിരുന്നു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ, ഗ്രാമത്തിലെ നായ്ക്കൾ കൂട്ടമായി ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. അവയെ കെട്ടിയിരുന്നതിനാൽ പട്ടിണി കിടന്നാണ് മരിച്ചതെന്ന് മനസ്സിലായി. ചില ശവകുടീരങ്ങൾ തുറന്നിട്ട നിലയിലും മൃതദേഹങ്ങൾ കാണാതായ നിലയിലുമായിരുന്നു. ഈ സംഭവങ്ങൾ ലേബലിനെ വല്ലാതെ ഭയപ്പെടുത്തി. അദ്ദേഹം ഉടൻ തന്നെ കാനഡയിലെ പോലീസ് വിഭാഗമായ റോയൽ കനേഡിയൻ മൗണ്ട് പോലീസിനെ വിവരമറിയിച്ചു. RCMP ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അവർക്കും ഒരു ഉത്തരം കണ്ടെത്താനായില്ല. ഗ്രാമത്തിലെ ആളുകൾ എങ്ങോട്ട് പോയെന്ന് യാതൊരു സൂചനയും ലഭിച്ചില്ല. മഞ്ഞിൽ കാൽപ്പാടുകളോ പിടിവലിയുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ആളുകൾ പോയ വഴിയോ ഒന്നും കണ്ടെത്താനായില്ല. ഗ്രാമത്തിലെ ആളുകൾ ആകാശത്തേക്ക് പറന്നു പോയതുപോലെയായിരുന്നുവെന്ന് ചിലർ പറയുന്നു. ഈ സംഭവം പിന്നീട് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. പല തിയറികളും ഉയർന്നു വന്നു. 1. അന്യഗ്രഹ ജീവികൾ. അന്യഗ്രഹ ജീവികൾ ഗ്രാമത്തിലെ ആളുകളെ തട്ടിക്കൊണ്ടുപോയതാവാമെന്ന് ചിലർ വിശ്വസിച്ചു. അസാധാരണമായ ആകാശപ്രകാശങ്ങളും പറക്കും തളികകളും കണ്ടതായി ചിലർ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2. പ്രേതബാധ. പ്രേതബാധയോ ദുർമന്ത്രവാദമോ ആണ് ഇതിന് പിന്നിലെന്ന് ചിലർ വാദിച്ചു. 3. പ്രകൃതി ദുരന്തം. എന്നാൽ യാതൊരു പ്രകൃതി ദുരന്തത്തിന്റെയും സൂചനകൾ അവിടെ ഉണ്ടായിരുന്നില്ല. 4. ഒരു കെട്ടുകഥ. ഈ കഥ പിന്നീട് ഒരു കെട്ടുകഥയാണെന്ന് RCMP തന്നെ പ്രസ്താവിച്ചു. ജോലേബൽ എന്നയാൾ അത്ര പരിചയസമ്പന്നനായ ഒരു രോമക്കച്ചവടക്കാരനായിരുന്നില്ലെന്നും വാർത്താ റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകൻ കാര്യങ്ങൾ അതിശയോക്തിപരമായി അവതരിപ്പിക്കുന്നയാളാണെന്നും അവർ വാദിച്ചു. അത്രയും വലിയൊരു ഗ്രാമം അങ്ങനെ ഒരു വിദൂര പ്രദേശത്ത് നിലനിന്നിരിക്കാൻ സാധ്യതയില്ലെന്നും പോലീസ് അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ രേഖകളിൽ അങ്ങനെ ഒരു ഗ്രാമത്തെക്കുറിച്ചോ അവിടെയുണ്ടായ ദുരൂഹതകളെക്കുറിച്ചോ യാതൊരു വിവരങ്ങളുമില്ലെന്നും അവർ പറഞ്ഞു. ഇന്നും ഒരു ദുരൂഹതയായി അഞ്ചുഗനി ഗ്രാമം മാറിയിരിക്കുന്നു. എന്നിരുന്നാലും അഞ്ചുഗനി ഗ്രാമത്തിലെ ഈ കഥ ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു. യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചുവെന്ന് ആർക്കും ഉറപ്പില്ല. ചിലർ ഇതൊരു നഗര ഐതിഹ്യം മാത്രമായി തള്ളിക്കളയുമ്പോൾ മറ്റു ചിലർ ഇതിന് പിന്നിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഞ്ചുഗനി ഗ്രാമത്തിന്റെ ഈ ദുരൂഹമായ കഥയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊരു യഥാർത്ഥ സംഭവമാണോ അതോ ഒരു കെട്ടുകഥയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ദുരൂഹമായ കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.